ഹായ് ഗൈസ്, ഒരിക്കൽ കൂടി മല്ലു ലോ റൈഡേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ചായി ഇപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഒരു ലോങ് ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. വീണ്ടും നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വീണ്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗാഡ്ജറ്റ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ഇതാ കേട്ടോ, ഇതൊരു ഗാഡ്ജറ്റാണ്. ഇത് ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചതാണ്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് തിരിയുന്നതാണ്. നിങ്ങൾ ഫോറിനേഴ്സിൻ്റെ ഒക്കെ വീഡിയോസിൽ ഭൂരിഭാഗം കണ്ടിട്ടുണ്ടാവും. അവർ ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവരെ അധികം ആളെ കൂട്ടൂല, പകരം ഇങ്ങനത്തെ ഒരു ഗാഡ്ജറ്റ് കയ്യിലുണ്ടാവുക. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ട്രൈപോഡ് പിടിക്കുന്ന പോലെ തന്നെ നമ്മുടെ മൂവ്മെന്റിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പരിപാടി. ഇതിൽ ഇവിടെ ഒരു സെൻസർ വരുന്നുണ്ട്. ഇതൊരു ക്യാമറ അല്ല, ഒരു സെൻസറാണ്. അത് ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മുടെ മൂവ്മെന്റ്സ് ഡിറ്റക്ട് ചെയ്യും. മാത്രമല്ല ഈ ഒരു സംഭവത്തിൽ നമുക്ക് ആപ്സോ കാര്യങ്ങളൊന്നും വേണ്ടതാണ് ഇവർ പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്യാം. നമ്മൾ ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് ഓട്ടോ ഫേസ് ട്രാക്കിംഗ് എന്നാണ് ആ ഒരു ഡിവൈസ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പേര് വരുന്നത് PO2 എന്നാണ് കേട്ടോ, P02 എന്നാണ്. PO അല്ല, P02. ഡെസ്ക് ടോപ്പ് ഗിംബൽ എന്നാണ് ഇതിന് ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. ഞാനും കണ്ടിട്ടില്ല, ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കുന്നേ ഉള്ളൂ. നമ്മളെ ക്യാമറയിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ലെൻസിൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ സാധനം. ഇത് കണ്ടില്ലേ, ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിൽ വേറൊരു സംഭവം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇവിടെ ഇതിങ്ങനെയല്ലേ അവിടെ ഇതുണ്ടോ, ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇത് ബട്ടണാണ്, ഇവിടെ ബട്ടൺ വരുന്നുണ്ട്, കാണാമോ? അത് നമുക്ക് സ്നാപ്പ് എടുക്കാനും അതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാനും ഒക്കെ പറ്റും. ഇതാ കണ്ടോ, നമുക്കിങ്ങനെ ഓണാക്കാനൊക്കെ പറ്റും. ഇതിൽ ഇവിടെയാണ് ബാറ്ററി ഇടുക. ഇത് ഞാൻ പ്രാവശ്യം തുറന്ന് കാണിക്കാം കേട്ടോ. അതിന് മുന്നേ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം. ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം, പരിപാടി ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഫുള്ള് ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. ഇതിൽ ഈ ഒരു ഭാഗത്ത് തന്നെ ഇവിടെ കൺട്രോൾസ് വരുന്നുണ്ട്, ഓണാക്കാനുള്ളത് വരുന്നുണ്ട്, അതുപോലെ റൊട്ടേഷൻ, പിന്നെന്തോ പൗസ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കാണുന്നുണ്ടോ? നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, നല്ല ഹാൻഡിയാണ് കേട്ടോ സാധനം, നല്ല സുഖമുണ്ട്. പിന്നെ ഇതിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇതിനൊരു സ്റ്റാൻഡ് വരുന്നുണ്ട് കേട്ടോ, അടിപൊളി ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൽ ക്യാപ്പും ഉണ്ട്. നല്ല സെക്യൂർ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല വൃത്തിയുണ്ട് സാധനം. ഇതിവിടെ ഫിറ്റ് ചെയ്യാണ്. ഇങ്ങനെ നമ്മൾ ട്രൈപോഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ട്രൈപോഡിലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ ആ ഒരു സ്ക്രൂവിൻ്റെ ഭാഗം നേരെ ട്രൈപോഡിലേക്ക് കൊടുത്താൽ മതി, ഇത് ഒഴിച്ചിട്ട്. അതിന് ശേഷം നമുക്കൊന്ന് ഓണാക്കി നോക്കാം അല്ലേ. ഇപ്പോൾ ഞാൻ ക്യാമറയൊന്നും വെച്ചില്ല, ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ അത് എൻ്റെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കാണിച്ചു തരുമെന്നാണ്. എൻ്റെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ കേട്ടോ, ക്യാമറേൻ്റെ ബാക്കിലേക്ക് ഞാൻ വരാം. കണ്ടോ, തിരിയുന്നുണ്ടോ? അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് എവിടെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിലും തന്നെ ഡിറ്റക്റ്റ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, മൂവ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങോട്ട് മാറുമ്പോൾ അത് എൻ്റെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്ത് വരികയാണ്. ആ ഗ്രീൻ ലൈറ്റ് നിങ്ങൾ നോക്കിയത് കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മൊബൈൽ കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്തിട്ട് തന്നെ തിരിയും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു മൊബൈൽ വെച്ചിട്ട് കാണിച്ചു തരാം.
ഇതാ ഇപ്പോൾ ഞാനൊരു മൊബൈൽ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. കണ്ടോ, നമ്മൾ എങ്ങോട്ട് മാറുന്നോ ആ രീതിയിൽ അത് വീഡിയോ എടുത്തോളും. വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ സുഖമാണ്. നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നടക്കുന്നത് എടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇതിൽ നോക്കിയതിൽ വേറൊരു സംഭവം കണ്ടു. ഞാൻ പറഞ്ഞില്ല ഇവിടെ 2 സ്വിച്ചസ് ഉണ്ടെന്ന്. അതിൽ ഒന്നിൻ്റെ പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, നമുക്ക് 360 ആയിട്ട് റൊട്ടേഷനിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും എന്താണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. കേട്ടില്ലേ, 360 ഡിഗ്രിയിൽ നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഒറ്റ ക്ലിക്കിൽ, വേറെ ഒന്നും വേണ്ട, ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ, പൊളിയല്ലേ സാധനം? ഇത്ര സിമ്പിളാണ് സാധനം. പിന്നെ അടുത്തതായിട്ട് ഇവിടെ വേറൊരു സംഭവമുണ്ട്, അതെന്താന്ന് നോക്കാം. ഇതിപ്പോൾ ഫേസ് ഡിറ്റക്ഷനായി. ഇതെന്ത് സംഭവം? ഈ പൗസ് എന്താന്ന് മനസ്സിലാവുന്നില്ല. ആ ഓക്കെ, ഇതല്ലോ. ഇതിലൊരു ബട്ടൺ കൂടി വരുന്നുണ്ട്, അതെന്താന്ന് നോക്കണം. ഇവിടെയുള്ള കയ്യിൻ്റെ ചിത്രമുള്ള ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് ബൈ തന്നെയാണ് കേട്ടോ. നമുക്ക് എപ്പോഴാണ് ഇത് കറക്കൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞെക്കിയാൽ മതി. പിന്നെ ഇതിന് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് മാത്രമല്ല പോർട്രേറ്റും എടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. കണ്ടാ, അപ്പോൾ നിങ്ങൾക്ക് പോർട്രേറ്റ് രീതിയിലും എടുക്കാൻ പറ്റും വീഡിയോസൊക്കെ. അടിപൊളി പ്രൊഡക്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾ പ്രൊഡക്റ്റ് അടുത്ത് തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കണ്ടോളൂ കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ അടിയിലുള്ള ഈ ഭാഗം കൊണ്ടാണ് ട്രൈപോഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. അതേപോലെ ഇതാ മുന്നിൽ കാണുന്നതാണ് കേട്ടോ സെൻസർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഭാഗം, ഫോൺ വെക്കുന്ന ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ തുറന്നിട്ട് വേണം ഫോൺ വെക്കാൻ. മാത്രമല്ല അത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റാൻഡ്, അതായത് ഒരു ഫോൺ സ്റ്റാൻഡ് പോലെ ആ ഒരു ഭാഗം ആക്കാം. പിന്നെ അതിൻ്റെ ഈ സൈഡിലുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മളെ സി പോർട്ടാണ് കേട്ടോ. നമ്മളെ ഏതൊരു സി പോർട്ട് ചാർജർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സീയിലൂടെ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും കൊണ്ടുപോയിട്ട് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം. നമുക്കൊരു ചെറിയ ബാഗിലേക്ക് വെക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനമാണ് കേട്ടോ. പിന്നെ ഈ ഭാഗം ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് ടൈറ്റാണ്, ഒരു പ്രത്യേക രീതിയിൽ വേണം ഓപ്പൺ ചെയ്യാൻ. നിങ്ങളിത് വാങ്ങിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് ഓപ്പൺ ചെയ്തും വെച്ചും കളിക്കുന്നത് അത്ര സേഫ് അല്ല കേട്ടോ. ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്, അത് അത്ര സേഫ് അല്ല. പിന്നെ ഇത് ഈ ഭാഗവും നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ക്ലിപ്പ് പോലെയാണ്, അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡ് പോലെ കണ്ടോ. എവിടെയെങ്കിലും ഇങ്ങനെ പ്ലേസ് ചെയ്യണമെങ്കിൽ ഏത് രീതിയിൽ, ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും പോർട്രേറ്റ് ആണെങ്കിലും ആ 2 രീതിയിൽ നമുക്ക് ഫോണുകൾ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അടിപൊളി സാധനമാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ റിമോട്ട് വരുന്നത് ഇതാണ് കേട്ടോ. ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. ഈ റിമോട്ട് നമുക്ക് ഓണാക്കാൻ പറ്റുന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ഒരു സ്ക്രൂ ആണ് കേട്ടോ. ഒരു ചെറിയ സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാലാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ബാറ്ററി ഉണ്ടാവും, അത് നമുക്ക് മാറ്റുകയും ചെയ്യാം. ഓക്കെ, സിമ്പിളാണ് സംഭവം. നമ്മളിത് വെച്ചിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ.